ഇൻസ്റ്റഗ്രാമിലുള്ള എന്റെ മൈഗ്രെയിനെ കുറിച്ചുള്ള പേജിൽ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ ഒരുപാട് പേര് വന്ന് വിഷമങ്ങളും സങ്കടങ്ങളും പറയുമ്പോൾ ഞങ്ങൾക്ക് മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ ഇതിന് ചികിത്സയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ചികിത്സയൊന്നും എടുക്കുന്നില്ല. ഡോക്ടർ പറയുന്ന കാര്യങ്ങളെല്ലാം വാസ്തവമാണ്, ഡോക്ടർ ഞങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ ഇതിന് ചികിത്സ എടുക്കാനൊന്നും താല്പര്യമില്ല, കാരണം ചികിത്സ എടുത്തിട്ടും മാറില്ല എന്ന് തന്നെയാണല്ലോ എന്നുള്ളത്. മൈഗ്രെയിന് ചികിത്സകളുണ്ടോ, അതല്ലെങ്കിൽ മൈഗ്രെയിന് ചികിത്സകൾ എടുത്തിട്ട് കാര്യമുണ്ടോ? ഏത് തരത്തിലുള്ള സമ്പ്രദായത്തിലാണ് കൃത്യമായിട്ട് ചികിത്സയുള്ളത്? കൃത്യമായിട്ട് ചികിത്സ എടുക്കാതെ, മരുന്നുകൾ എടുക്കാതെ മൈഗ്രെയിൻ തന്നെ മാറുമോ എന്ന് പോലും ചോദിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് പല ചികിത്സകളും ഫലിക്കാത്തത്? എന്തുകൊണ്ടാണ് അലോപ്പതി പെയിൻ കില്ലേഴ്സിൽ തുടങ്ങി ഹോമിയോപ്പതി, ആയുർവേദം, സിദ്ധ, യുനാനി, മന്ത്രവാദം, ഒറ്റമൂലി, ഇങ്ങനെ പലതരത്തിലുള്ള വിദ്യകളും നമ്മൾ ശ്രമിച്ചതിന് ശേഷം നമുക്ക് ഒരു റിസൾട്ടും ലഭിക്കാതിരിക്കുന്നത്? ഇത്തരത്തിലുള്ള കാരണങ്ങൾ മനസ്സിലാക്കിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ. എന്താണ് മൈഗ്രെയിന് ചികിത്സ എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് മൈഗ്രെയിൻ എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ ഒറ്റ ചെന്നിക്കുത്ത് എന്ന് പറയുന്ന യൂണിലാറ്ററൽ അല്ലെങ്കിൽ തലയുടെ ഒരു ഭാഗത്ത് വരുന്ന എല്ലാ തലവേദനകളും മൈഗ്രെയിൻ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. വെയിലത്ത് പോകുമ്പോൾ തലവേദന ഉള്ളത് എല്ലാം മൈഗ്രെയിൻ അല്ല എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ തലവേദനയോടൊപ്പം ഛർദി ഉണ്ടെങ്കിൽ അത് മൈഗ്രെയിൻ മാത്രമാവണമെന്നില്ല എന്നും മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള പല തെറ്റിദ്ധാരണകളും മൈഗ്രെയിൻ തലവേദനയോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു തലവേദനയുടെ തന്നെ സിനോണിമായിട്ട്, അതായത് തലവേദനയുടെ പര്യായമായിട്ട് പോലും പലരും ഉപയോഗിച്ച് കാണുന്നുണ്ട്. എനിക്കിന്ന് രാവിലെ മൈഗ്രെയിൻ ആയിരുന്നു, ഇന്ന് വൈകിട്ടും ചിലപ്പോൾ മൈഗ്രെയിൻ വരും. ഇന്നലെയും മൈഗ്രെയിൻ ആയിരുന്നു, ഇന്ന് വെയിലത്ത് പോയതുകൊണ്ട് ഇന്ന് മൈഗ്രെയിൻ ആവാം. അതല്ലെങ്കിൽ ഇന്നലെ ആ മരണത്തിന് പോയിട്ട് സ്ട്രെസ് അടിച്ചത് കൊണ്ട്, അതല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള സമ്മർദ്ദം ഉള്ളത് കൊണ്ട് എനിക്ക് ഇന്ന് മൈഗ്രെയിൻ ആണ് എന്നിങ്ങനെ പലരും തലവേദന അതിന് പര്യായമായിട്ട് മൈഗ്രെയിൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. എങ്കിൽ ഇതെല്ലാം തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. മൈഗ്രെയിൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ന്യൂറോവാസ്കുലർ കണ്ടീഷൻ ആണ്. ഒരു എപ്പിസോഡിക് ആയിട്ട് റെയർ ആയിട്ട് വരുന്ന സിവിയർ ആയിട്ടുള്ള പെയിനെയാണ് നമ്മൾ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. പക്ഷേ എപ്പിസോഡിക് ആയിട്ട് റെയർ ആയിട്ട് സിവിയർ ആയിട്ട് വരുന്ന എല്ലാ പെയിനുകളും മൈഗ്രെയിൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. പല ആളുകളിലും പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ എപ്പിസോഡിക് ആയിട്ടും റെയർ ആയിട്ടും അതല്ലെങ്കിൽ വൺ സൈഡഡ് ആയിട്ടും എല്ലാം വേദനകൾ വരുന്നത്. മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്യുന്നതിന് കൃത്യമായിട്ട് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെഡേക്ക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ICHD ക്ലാസിഫിക്കേഷൻ പ്രകാരമുള്ള ക്രൈറ്റീരിയാസ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്രൈറ്റീരിയാസ് വെച്ച് ഈ ക്രൈറ്റീരിയകളിൽ എന്തൊക്കെ നിങ്ങൾക്കുണ്ട്, എന്തൊക്കെ നിങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ആ ഡോക്ടർ നിങ്ങൾക്ക് മൈഗ്രെയിൻ ആണോ അല്ലയോ എന്ന് നിർണ്ണയിക്കാനായിട്ട് പാടുള്ളൂ. സാധാരണയായിട്ടും പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു ഡോക്ടർ 2-3 ചോദ്യങ്ങൾ ചോദിക്കുകയും, വെയിലത്ത് പോകുമ്പോൾ തലവേദന ഉണ്ടല്ലേ, അതല്ലെങ്കിൽ വളരെ വർഷങ്ങളായിട്ട് തലവേദന ഉണ്ടല്ലേ, നിങ്ങളുടെ അമ്മയ്ക്കും ഇതേപോലെ തലവേദന ഉണ്ടല്ലേ, അതുകൊണ്ട് ഇത് മൈഗ്രെയിൻ ആണ് എന്ന് പറയുന്ന രീതി പരക്കെ നിലവിലുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഡയഗ്നോസിസ് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. 20 വർഷമായിട്ട് മൈഗ്രെയിൻ അനുഭവിച്ച ആളുകളും 20-ലേറെ ഡോക്ടർമാരെ കാണിച്ച ആളുകളും വീണ്ടും നമ്മളോട് വന്നിട്ട് ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നത് കാണാം, ഡോക്ടറെ എന്താണ് ശരിക്കും മൈഗ്രെയിൻ? എനിക്കും അത് തന്നെയാണ് എല്ലാവരോടും ചോദിക്കാനുള്ളത്, എന്താണ് ശരിക്കും മൈഗ്രെയിൻ? ശരിക്കും മൈഗ്രെയിൻ എന്താണ് എന്നുള്ളത് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ. ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും അതേപോലെ തന്നെ ക്ലിനിക്കൽ റിസർച്ച് വർക്കുകളിൽ എല്ലാം നടന്നുകൊണ്ടിരിക്കെ തന്നെ മൈഗ്രെയിൻ എന്താണെന്നൊരു കൃത്യതയിലേക്ക് എത്താൻ ഇതുവരെ ശാസ്ത്രലോകത്തിനോ ഡോക്ടർമാർക്കോ ആയിട്ടില്ല എന്നുള്ള കാരണം തന്നെയാണ് ഇതിന് കൃത്യമായിട്ട് ചികിത്സ ഇതുവരെ ലഭ്യമല്ല എന്ന് പരക്കെ പറഞ്ഞ് പരത്തുന്നത്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള പഴഞ്ചൊല്ല് നമുക്കിവിടെ ഓർക്കാവുന്നതാണ്. അതായത് ഒരു കാരണം കൃത്യമായിട്ട് കണ്ടെത്തുകയാണെങ്കിൽ ആ കാരണത്തിലുള്ള ചികിത്സയും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പല ആളുകളിലും ഇത്തരം കാരണങ്ങൾ കണ്ടെത്താനാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് മൈഗ്രെയിനെ ഒരു പിടികിട്ടാ പുള്ളിയായിട്ട് ഇന്നും അവശേഷിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലെ ഡോക്ടർമാരെല്ലാം മൈഗ്രെയിൻ ചികിത്സിക്കുന്നത് എന്തുകൊണ്ടാണ്, അതല്ലെങ്കിൽ മൈഗ്രെയിൻ ചികിത്സിക്കുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇതൊക്കെ ഫലിക്കാതെ പോകുന്നത്? മൈഗ്രെയിന് ചികിത്സ എന്ന് പറയുമ്പോൾ, ചികിത്സ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം തന്നെ ചികിത്സിച്ച് മാറ്റുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അതിനെ മാനേജ്മെന്റ് എന്നാണ് പറയേണ്ടത്. അതായത് നമ്മളൊരു തലവേദനയെ പെയിൻ കില്ലറുകൾ ഉപയോഗിച്ചോ, വിക്സ് പോലത്തെ ബാമുകൾ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഐസ് കട്ട വെച്ചോ, ചൂടുവെള്ളം ആവി പിടിച്ചുകൊണ്ടോ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതിനെ ട്രീറ്റ്മെന്റ് എന്നോ ചികിത്സയെന്നോ അല്ല, അതിനെ മാനേജ്മെന്റ് എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്. പല ആളുകളും ഇത്തരം മാനേജ്മെന്റ് സെക്ടേഴ്സിൽ അല്ലെങ്കിൽ ഇത്തരം മാനേജ്മെന്റ് ചെയ്യുന്ന സമ്പ്രദായത്തിൽ കുടുങ്ങിപ്പോയി 20-30 വർഷം വേസ്റ്റ് ആക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. കൃത്യമായിട്ട് ഒരു കാരണവുമില്ലാത്ത മൈഗ്രെയിന് നമ്മൾ പെയിൻ കില്ലറുകൾ കഴിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ആന്റി എപ്പിലെപ്റ്റിക് മരുന്നുകൾ കഴിച്ചുകൊണ്ട്, അതുമല്ലെങ്കിൽ ഡിപ്രഷനും ആങ്സൈറ്റിക്കും ഉള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ട്, ഉറക്കത്തിനുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ട് ഇത് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് അല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ചികിത്സ എന്ന് പറയുന്നത്, ഒരു ചികിത്സ എടുത്തു കഴിഞ്ഞാൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമ്മുടെ തലവേദനയുടെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും ഡ്യൂറേഷനും
കുറഞ്ഞു വരിക തന്നെ ചെയ്യണം. ഇത്തരത്തിൽ തലവേദനയുടെ തോതും തീവ്രതയും കാഠിന്യവും എല്ലാം കുറഞ്ഞു വരുന്നതാണ് ഒരു ചികിത്സയിലെ കൃത്യത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ എത്ര കാലം പെയിൻ കില്ലറുകൾ ഉപയോഗിച്ചാലും, എത്ര കാലം ഡോക്ടറുടെ അടുത്ത് ഇത്തരത്തിലുള്ള ചികിത്സകൾ എടുത്താലും, എത്ര കാലം നമ്മുടെ ചെപ്പടി വിദ്യകളെല്ലാം ഉപയോഗിച്ച് നോക്കിയാലും ഇത്തരത്തിൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും ഡ്യൂറേഷൻ കുറച്ചു കൊണ്ടുവരാനാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്റെ കഴിഞ്ഞ 20 വർഷത്തെ ചികിത്സാ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മൈഗ്രെയിൻ എന്നുള്ളത് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ഡിസീസ് ആണ്. ഇൻഡിവിജ്വലൈസ്ഡ് എന്ന് പറയുന്നത് വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള ഒരു രോഗം എന്നുള്ളത്. കാരണം നിങ്ങളുടെ വീട്ടിൽ തന്നെ 2 പേർക്ക് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ 2 പേരുടെയും ലക്ഷണങ്ങളും 2 പേരും കാണിക്കുന്ന ക്ലിനിക്കൽ സിംറ്റംസും എല്ലാം അജഗജാന്തര വ്യത്യാസം ഉണ്ടാവാം. ഇത്തരത്തിൽ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഹോമിയോപ്പതി ഏറ്റവും ഫലപ്രദമാണെന്ന് പറയുന്നത്. ഹോമിയോപ്പതിയിൽ ചികിത്സ നടക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ടുള്ള വേദന വരുമ്പോൾ കഴിക്കാനുള്ള മരുന്നുകളുടെ ഒപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള മെഡിസിൻസ് കൊടുത്ത് അതോടൊപ്പം തന്നെ മൈഗ്രെയിന്റെ കൂടുതൽ ഡീപ്പായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് ആ കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഓരോ വ്യക്തിക്കും മരുന്നുകൾ പ്രത്യേകം സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട്സ് മൈഗ്രെയിൻ ചികിത്സയിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള മെഡിസിൻസ് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള സിംറ്റംസ് ബേസ് ചെയ്തിട്ട് നമ്മൾ ചികിത്സിക്കുമ്പോൾ, നമ്മൾ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുമ്പോൾ കൃത്യമായിട്ട് മൈഗ്രെയിൻ വരുന്നതിന്റെ തോതും തീവ്രതയും കാഠിന്യവും, അതല്ലെങ്കിൽ എത്ര നേരം മൈഗ്രെയിൻ വരുന്നു എന്നുള്ള ഡ്യൂറേഷനും മറ്റും കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് ഞങ്ങൾ കൃത്യമായിട്ട് രോഗികളിൽ തന്നെ മൈഗ്രെയിൻ ഡയറി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ടൈം ടേബിൾ പോലെ അവരുടെ റൊട്ടീനിൽ ഉള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും ഡ്യൂറേഷനും കൃത്യമായിട്ട് മാർക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ ചികിത്സ എടുക്കുന്നതിന് മുന്നേയും ശേഷവുമുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ 20-30 തവണ തലവേദന വരികയും അല്ലെങ്കിൽ 10-15 പെയിൻ കില്ലറുകൾ മാസത്തിൽ കഴിക്കേണ്ടി വരുന്ന ആളുകളെല്ലാം തന്നെ ഏതാനും മാസങ്ങൾ ചികിത്സ എടുത്തതിന് ശേഷം അവരുടെ പെയിൻ കില്ലറുകൾ ഉപയോഗിക്കുന്നതിന്റെ തോത് കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നും, അതേപോലെ തന്നെ വേദന വരുന്നതിന്റെ കാഠിന്യവും ആക്കവും, അതേപോലെ വേദന വരുന്ന അല്ലെങ്കിൽ വേദന നിലനിൽക്കുന്ന സമയത്തിന്റെ തീവ്രതയും എല്ലാം കുറഞ്ഞു വരുന്നുവെന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മൈഗ്രെയിൻ മാറ്റുക എന്നുള്ളത് കേവലം പെയിൻ കില്ലറുകളെ ആശ്രയിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിഗറിംഗ് ഫാക്ടറെ നമ്മൾ തൊട്ടുപിടിച്ചുകൊണ്ടോ എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്രദ്ധിച്ച് കഴിക്കാതിരുന്നുകൊണ്ടോ ഉറക്കം ശരിയാക്കിയത് കൊണ്ടോ സ്ട്രെസ് കുറച്ചത് കൊണ്ടോ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടോ മാത്രം മാറില്ല എന്നുള്ളത് ഉറപ്പാണെങ്കിൽ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം മരുന്നിനൊപ്പം ശ്രദ്ധിക്കുന്നതും മരുന്നിനൊപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നതും വളരെയധികം പ്രയോജനം ലഭിക്കുന്നുണ്ട്. ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇത്തരത്തിലുള്ള അസുഖത്തിന് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസും കൃത്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുകയും മെഡിറ്റേഷൻ, യോഗ പോലത്തെ കാര്യങ്ങളും ആയുർവേദത്തിൽ ആവശ്യമായിട്ടുള്ള ചികിത്സകളും ശ്വസന പ്രക്രിയകളും ബ്രീതിങ് എക്സസൈസുകളും എല്ലാം ചെയ്ത് നമ്മുടെ ജീവിതത്തിനെ കൂടുതൽ ചിട്ടയാക്കി തീർക്കുകയും ഈ ചിട്ടയോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള മരുന്നുകൾ എടുത്ത് നമ്മൾക്ക് ഈ അസുഖം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇത്രയും കാലം പല പല ട്രീറ്റ്മെന്റുകൾ, അതായത് പല പല മാനേജ്മെന്റ് ടെക്നിക്സുകൾ ട്രൈ ചെയ്തിട്ടും ഇപ്പോഴും നിങ്ങളെ വേട്ടയാടുന്നുണ്ട് മൈഗ്രെയിൻ എങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.